റെക്കോർഡ് ഇട്ടു. ഇട്ടു. ഇങ്ങനൊന്നും ചെയ്യണ്ട. അതെല്ലാം പറയും. വെക്കണമെന്നില്ല. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഗുഡ് ആഫ്റ്റർനൂൺ ഫോക്സ്. ടീച്ചർ പറയുന്നത് കേൾക്കാമോ? യെസ് മിസ്. കേൾക്കാം അല്ലേ? നിങ്ങൾക്ക് ഏത് പാഠം വരെ കിട്ടി മക്കളെ? All of you turn on your video, please. മക്കളെ എവിടെ വരെയാ നിങ്ങള് പഠിച്ചത്? കാക്ക പാഠം 8 കാക്ക പേജ് നമ്പർ 30. അത് കഴിഞ്ഞു മിസ്സേ. കംപ്ലീറ്റ് ചെയ്തോ? അതിന്റെ എക്സസൈസ് എല്ലാം കഴിഞ്ഞു. അതെയോ? ഇനി അടുത്ത എടുക്കേണ്ട വിധിയെ തോൽപ്പിച്ച മഹാന്മാർ, അതാണ്. നോട്ടൊക്കെ എഴുതിയായിരുന്നോ? നോട്ട് എഴുതിയായിരുന്നോ മക്കളെ? എന്താ എഴുതിയത്? പദങ്ങളുടെ അർത്ഥം നോട്ടിലേക്ക് എഴുതിയായിരുന്നോ? പദങ്ങളുടെ അർത്ഥമില്ലേ? പാഠം 8 കാക്ക എന്ന പാഠത്തിലെ പിന്നെ പദങ്ങളുടെ അർത്ഥം നോട്ടിലേക്ക് എഴുതിയായിരുന്നോ? ഇല്ലേ? എഴുതാത്തവർ എഴുതണം കേട്ടോ. പാഠത്തിന്റെ പേര് എഴുതുക. ഞാൻ പറയുന്നത് എന്തോ കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ല? കേൾക്കാമോ? ടീച്ചർ പറഞ്ഞത് പാഠം 8 എന്ന് എഴുതിയിട്ട് കാക്ക എന്ന് എഴുതുക, എന്നിട്ട് പദങ്ങളുടെ അർത്ഥം നോട്ടിലേക്ക് എഴുതണം എന്നാ പറഞ്ഞു. അങ്ങനെ എഴുതിയിട്ടുണ്ടോ? ജീവ എഴുതിയിട്ടുണ്ടോ? ജീവ പോയോ? പിന്നെ 4-മത്തെ ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതില് 4-മത്തെ ചോദ്യത്തിന്റെ ഉത്തരം എഴുതിയായിരുന്നോ? പ്രഭാതചന്ദ്രനെ കവിതയിൽ സങ്കല്പിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന്? എങ്ങനെയാ സങ്കല്പിച്ചത്? എങ്ങനെയാണ് ആതിര? ജീവ പറഞ്ഞേ. പ്രഭാതചന്ദ്രനെ കവിതയിൽ സങ്കല്പിച്ചിട്ടുള്ളത് എങ്ങനെയാ? താഴ്ന്ന വാനത്തു നാളികേര പൂളൊന്നു വാടിക്കിടന്നിടുമ്പോൾ. അങ്ങനെ വരി ചൊല്ലണ്ട. നാളികേര പൂള് അവിടെ പെൻസിൽ കൊണ്ട് എഴുതി വെക്കുക. ജീവ പോയോ? കാണുന്നില്ലല്ലോ. നാളികേര പൂള് എന്ന് എഴുതി വെക്കുക.
ഫിനിഷ് ആണോ? ഇനി അതിൽ അഞ്ചാമത്തെ എന്താ? അമ്മ കറി വയ്ക്കുന്നതായി കവിതയിൽ സൂചിപ്പിച്ചിട്ടുള്ള വരികൾ എഴുതുക. ഏതാണ്? ഉള്ളിലടപ്പത്ത് മൺകലത്തിൽ നല്ലരി വള്ളിയായി തുള്ളിടുമ്പോൾ മേലെ മധുരക്കിഴങ്ങു വള്ളി പോലെ പുക പടർന്നിടുമ്പോൾ അങ്ങാശു കോലായിൽ അമ്മ ചോറിൻ ചങ്ങാതിമാരെ ചമച്ചിടുമ്പോൾ. രണ്ടിലായി മാത്രം മതി. മധുര. അങ്ങാശു കോലായിൽ അമ്മ ചോറിൻ ചങ്ങാതിമാരെ ചമച്ചിടുമ്പോൾ അവിടെ അടയാളപ്പെടുത്തിയാൽ മതി കേട്ടോ. എന്നിട്ട് 5 എന്ന് നമ്പർ ഇട്ടാ മതി. ഓക്കെ ഓക്കെ ആണോ മധുര? ഇനി അടുത്ത എന്താണ്? അനുബന്ധ പ്രവർത്തനങ്ങൾ. ഒന്നാമത്തേത് കാക്കച്ചൊല്ലുകൾ ശേഖരിക്കുക. ഉദാഹരണം: കാക്ക കുളിച്ചാൽ കൊക്കാകുമോ? ഇതുപോലെയുള്ള ചൊല്ലുകൾ നിങ്ങൾ ശേഖരിക്കണമെന്നാണ് പറയുന്നത്. കണ്ടെത്തണേ. ഇനി രണ്ടാമത്തെ എന്താണ്? പക്ഷികളെ കുറിച്ചുള്ള കുട്ടിക്കവിതകൾ ശേഖരിക്കുക. പക്ഷികളെ കുറിച്ചുള്ള കുട്ടിക്കവിതകൾ കിട്ടുകയാണെങ്കിൽ അത് എഴുതി വയ്ക്കുക. ഓക്കെ, അപ്പം ഈ പാഠം തീർന്നു. പദങ്ങളുടെ അർത്ഥം നോട്ടിൽ എഴുതിയില്ലെങ്കിൽ എഴുതണേ. എഴുതിയാൽ മാത്രം പോരാ, ഒരു 3 തവണ റഫ് നോട്ടിൽ എഴുതിയിട്ട് പഠിക്കുകയും ചെയ്യണം. അതിൽ കേൾക്കുന്നുണ്ടോ? ഇനി അടുത്ത പാഠം 9. എന്താ പാഠത്തിന്റെ പേര്? പാഠത്തിന്റെ പേരെന്താ? വിധിയെ തോൽപ്പിച്ച മഹാന്മാർ. വിധിയെ തോൽപ്പിച്ച മഹാന്മാർ. ആ പാഠത്തിന്റെ പേര് എഴുതിക്കോ. മറ്റേ പാഠം എഴുതാനുള്ള സ്ഥലം വിട്ടിട്ട് ഈ പാഠത്തിന്റെ പേര് എഴുതുക നോട്ടില്. പാഠം 9 വിധിയെ തോൽപ്പിച്ച മഹാന്മാർ എന്ന്. മറ്റേ പാഠത്തിന്റെ പദങ്ങളുടെ അർത്ഥം എഴുതാനുള്ള സ്ഥലം വിട്ടിട്ട് എഴുതിയാൽ മതി. ഇന്നത്തെ ഡേറ്റ് ഇടണേ. എഴുതിയോ? എന്തായിരുന്നു പാഠത്തിന്റെ പേര്? വിധിയെ തോൽപ്പിച്ച മഹാന്മാർ. യെസ്. ഫസ്റ്റ് ഖണ്ഡിക നോക്കാം നമുക്ക്. കേൾക്കാമോ? യെസ്. ഈ മോളിൽ നിന്ന് ബാഗ് എടുത്തോണ്ട് വരും. കാപ്പി ബാഗും എടുത്തോണ്ട് വരും. മോളില് കാപ്പില് സമയം പോയി നോട്ട് എടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഖണ്ഡിക ആതിര വായിക്കൂ. വിധി എല്ലാവരോടും ദയ കാണിക്കാറില്ല. ചിലരോട് ക്രൂരത കാണിക്കും. ചിലർ ജനിക്കുമ്പോഴേ കുരുടന്മാരായിരിക്കും. ചിലർ ബധിരന്മാർ. മറ്റു ചിലർക്ക് കൈകൾ ഉണ്ടാവില്ല. ഇനിയും ചിലർ 2 കാലുകളും തളർന്നവരായിരിക്കും. മൂകരായിട്ടും ചിലർ ജനിക്കും. അധികം ആളുകളും ഈ വൈകല്യം തങ്ങളുടെ
വിധിയാണെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നു. പക്ഷേ ഈ വൈകല്യങ്ങളെ വെല്ലുവിളിക്കുന്നവരുണ്ട്. അങ്ങനെ തങ്ങളുടെ കുറവുകൾ വിജയത്തിലേക്കുള്ള ഏണിപ്പടികളാക്കി മാറ്റിയ ചില ധീരന്മാരുണ്ട്. അവരുടെ ജീവിത കഥകൾ നമുക്കൊരു പാഠമാണ്. എന്താ പറയുന്ന ഫസ്റ്റ് ഖണ്ഡികയില്? വിധി എല്ലാവരോടും ദയ കാണിക്കാറില്ല അല്ലെ? വിധി എല്ലാവരോടും ദയ കാണിക്കാറില്ല. ദയ, അലിവ്, കരുണ. ചിലരോട് ക്രൂരത കാണിക്കും. ചിലരോട് എന്താണ്? ക്രൂരത കാണിക്കും. ചിലർ ജനിക്കുമ്പോഴേ കുരുടന്മാരായിരിക്കും. ചിലർ ജനിക്കുമ്പോഴേ കുരുടന്മാരായിരിക്കും. ചിലരോ? ചിലരെന്താണ്? ബധിരന്മാർ. മറ്റു ചിലർക്ക് കൈകൾ ഉണ്ടാവില്ല. ചിലരെന്താണ്? കുരുടന്മാരായിരിക്കും. ചിലര് ബധിരന്മാരായിരിക്കും. മറ്റു ചിലരാകട്ടെ എങ്ങനെയായിരിക്കും? കൈകൾ ഉണ്ടാവില്ല. കൈകൾ ഉണ്ടാവില്ല. പിന്നെയോ? ഇനിയും ചിലർ 2 കാലുകളും തളർന്നവരായിരിക്കും. ഇനിയും ചിലർ എങ്ങനെയാണ്? 2 കാലുകളും തളർന്നിട്ടുണ്ടാവും. തളർന്നവരായിരിക്കും. മൂകരായിട്ടും ചിലർ ജനിക്കും. ചിലരെങ്ങനെയാ ജനിക്കുന്നത്? മൂകരായിട്ടും ജനിക്കും. അധികം ആളുകളും ഈ വൈകല്യം തങ്ങളുടെ വിധിയാണെന്ന് വിശ്വസിച്ചു ജീവിക്കുന്നു. അധികം ആളുകളും എന്താ? ഈ വൈകല്യം, ഈ കുറവ് തങ്ങളുടെ വിധിയാണെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നു. പിന്നെയോ? പക്ഷേ ഈ വൈകല്യങ്ങളെ വെല്ലുവിളിക്കുന്നവരുണ്ട്. ഈ കുറവുകളെ എന്താ? വെല്ലുവിളിക്കുന്നവരും ഉണ്ട്. ഇതിനെല്ലാം അതിജീവിക്കുന്നവരുണ്ടെന്ന്. പിന്നെയോ? അങ്ങനെ തങ്ങളുടെ കുറവുകൾ വിജയത്തിലേക്കുള്ള ഏണിപ്പടികളാക്കി മാറ്റിയ ചില ധീരന്മാരുണ്ട്. എന്താ പറയുന്നത്? തങ്ങളുടെ കുറവുകൾ വിജയത്തിലേക്കുള്ള ഏണിപ്പടികളാക്കി മാറ്റിയ ചില ധീരന്മാരുണ്ട്. ധീരന്മാർ, ധൈര്യശാലികൾ. ഓക്കെ. അവരുടെ ജീവിത കഥകൾ നമുക്കൊരു പാഠമാണ്. അവരുടെ ജീവിത കഥകൾ എന്താണ്? നമുക്കൊരു പാഠമാണ്. നമുക്കൊരു പാഠമാണ്. ഇപ്പൊ എന്താ പറയുന്ന ആ പാരഗ്രാഫില്? എന്താ പറയുന്ന ആതിര? എല്ലാവരോടും ദയ കാണിക്കാറില്ല. പിന്നെയോ? പിന്നെ ചിലരോട് ക്രൂരത കാണിക്കും. പിന്നെ ചിലർക്ക് കൈകൾ ഉണ്ടാകും, ചിലർക്ക് കൈകൾ ഉണ്ടാവില്ല. ചിലർക്ക് കാലുകൾ ഉണ്ടാകും, ചിലർക്ക് കാലില്ല. പിന്നെന്താണ്? കണ്ണ് കാണാൻ പറ്റുന്നവരായിരിക്കും ചിലര്. ചിലർക്ക് എന്താണ്? കണ്ണ് കാണാൻ വയ്യാത്തവരായിരിക്കും. ചിലർക്ക് ചെവി കേൾക്കാം, ചിലർക്ക് എന്താണ്? ചെവി കേൾക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ചിലരെങ്ങനെയാണ്? സംസാരിക്കും, ചിലർ സംസാരിക്കുകയില്ല. പിന്നെയോ? പിന്നെന്താണ്? ചിലർ 2 കാലും തളർന്നവരായിരിക്കും. ചിലർക്ക് എന്താണ്? നടക്കാനുള്ള കഴിവുള്ളവരായിരിക്കും. അല്ലേ? അങ്ങനെയൊക്കെയല്ലേ ഈ ഭൂമിയിലെ മനുഷ്യന്മാര്? ആണോ? അങ്ങനെയൊക്കെയാണ് ഈ ഭൂമിയില് ആളുകള് ജനിക്കുന്നത്. അല്ലേ? കുറവുകളും ഉണ്ട്. പിന്നെന്താണ്? കുറവുകളും ഉണ്ട്, കുറവില്ലാത്തവരും ഇല്ലേ? ഉണ്ട്. അപ്പം ഈ കുറവുകൾ തങ്ങളുടെ വിധിയാണെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നു. ആര്? ആരാ? അധികം ആളുകളും. കണ്ടോ?
അധികം ആളുകൾ എന്ന് കണ്ടോ? വൈകല്യങ്ങളുള്ള അധികം ആളുകളും ഈ വൈകല്യം കുറവ് തങ്ങളുടെ വിധിയാണെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നു. പിന്നെയോ, പക്ഷേ ഈ വൈകല്യങ്ങളെ വെല്ലുവിളിക്കുന്നവരുണ്ട്. ഈ കുറവുകളെ എന്താണ്? ഇതൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല അല്ലേ? അങ്ങനെയുള്ളവരും ഇല്ലേ? ഇല്ലേ? കുറവുകളൊന്നും കുറവുകളായിട്ട് കണക്കാക്കാത്തവരും ഇല്ലേ? ഉണ്ടോ ആതിര? ആതിരയ്ക്ക് ആരെങ്കിലും അറിയാമോ എന്തെങ്കിലും കുറവുകളുള്ള വ്യക്തികള് അവരുടെ കഴിവുകൾ തെളിയിക്കുന്ന ലോക പ്രശസ്തരായി തീർന്ന വ്യക്തികൾ ആരെങ്കിലും? അറിഞ്ഞൂടാ? ആലോചിച്ച് നോക്ക്. നമ്മുടെ പാട്ടുകാരി വൈക്കം വിജയലക്ഷ്മി ഒക്കെ ഇല്ലേ? അവർക്ക് എന്താണ് അപാകത? എന്താണ്? മിസ് ഹെലൻ കെല്ലർ. എന്തോ? ഹെലൻ കെല്ലർ. നമ്മൾ പഠിക്കുന്ന ഈ പാഠത്തിലുള്ളതല്ലേ? അതല്ലാതെ മോൾക്ക് വേറെ ആരെങ്കിലും അറിയാന്നാണ് ടീച്ചർ ചോദിച്ചത്. ആലോചിച്ചിട്ട് പിന്നെ പറഞ്ഞാ മതി കേട്ടോ. ഈ കുറവുകളെ വെല്ലുവിളിക്കുന്നവരുണ്ടെന്ന്. അങ്ങനെ തങ്ങളുടെ കുറവുകൾ വിജയത്തിലേക്കുള്ള ഏണിപ്പടികളാക്കി മാറ്റിയ ചില ധീരന്മാരുണ്ട്. ആ കുറവുകളെല്ലാം എന്താണ്? മറികടന്ന് വിജയത്തിന്റെ ഏണിപ്പടികളാക്കി മാറ്റിയ ചില ധീരന്മാര് ഉണ്ട്. ധീരന്മാർ എന്ന് വെച്ചാൽ എന്താണ്? ധൈര്യശാലികൾ അല്ലേ? അപ്പൊ അങ്ങനെയുള്ളവരുടെ ജീവിതകഥ നമുക്ക് എന്താണ്? ഒരു പാഠമാണ്. ആ ഖണ്ഡിക മനസ്സിലായോ? ആ ഖണ്ഡികയിലുള്ള അറിയാത്ത വാക്കുകളുടെ അർത്ഥം ടീച്ചർ എഴുതിയിട്ട് തരാം കേട്ടോ. ഓക്കെ. ഇനി അടുത്ത ഖണ്ഡിക എന്താണ്? വായിക്കൂ. വിശ്വപ്രസിദ്ധയായ ഹെലൻ കെല്ലർ അന്ധയും ബധിരയുമായിരുന്നു. കാണാനും കേൾക്കാനുമുള്ള കഴിവില്ലാതിരുന്നിട്ടും ഈ വൈകല്യത്തോട് അവർ പൊരുതി. എഴുത്തുകാരി, സാമൂഹ്യ പ്രവർത്തക എന്നീ നിലകളിൽ കീർത്തി നേടാൻ അവർക്ക് കഴിഞ്ഞു. രണ്ടാമത്തെ പാരഗ്രാഫ് എന്താ പറയുന്നേ? വിശ്വപ്രസിദ്ധയായ ഹെലൻ കെല്ലർ അന്ധയും ബധിരയുമായിരുന്നു. ലോകപ്രസിദ്ധയായ ഹെലൻ കെല്ലർ അണ്ടർലൈൻ ചെയ്യുക പെൻസിൽ കൊണ്ട്. ഹെലൻ കെല്ലർ അന്ധയും ബധിരയുമായിരുന്നു. അന്ധ എന്ന വാക്കിന്റെ മീനിങ് ഉണ്ടെന്ന് നോക്കിയ പുറകില് പദങ്ങളുടെ അർത്ഥത്തില് വാക്കുകളുടെ അർത്ഥമൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ബധിരന്മാർ, ചെവി കേൾക്കാത്തവർ, മൂകർ, അന്താന്ന് പറഞ്ഞാലോ? കണ്ണു കാണാത്തവർ. വിശ്വപ്രസിദ്ധം, ലോകപ്രസിദ്ധം. വാക്കുകളുടെ അർത്ഥം കിട്ടിയില്ലേ? എന്താ പറയുന്നത്? വിശ്വപ്രസിദ്ധയായ ഹെലൻ കെല്ലർ അന്ധയും ബധിരയുമായിരുന്നു. അങ്ങനെ പറഞ്ഞ എന്താണ്? ഹെലൻ കെല്ലറിന്റെ കുറവുകൾ എന്തൊക്കെയായിരുന്നു? അന്ധയും ബധിരയുമായിരുന്നു. എന്തൊക്കെയായിരുന്നു കുറവുകള്? അന്ധയും ബധിരയുമായിരുന്നു. എന്താന്ന് പറഞ്ഞാല്? അന്ധ മീൻസ്
കണ്ണു കാണാത്തവർ. നോക്കി പറ. കണ്ണു കാണാത്തവർ. ബദിരയോ? ബദിര മീൻസ് ചെവി കേൾക്കാത്തവർ. ആ, ചെവി കേൾക്കാത്തവൾ അല്ലേ? എന്നിട്ട് കാണാനും കേൾക്കാനുമുള്ള കഴിവില്ലാതിരുന്നിട്ടും ഈ വൈകല്യത്തോട് അവർ പൊരുതി. എന്താ പറയുന്നത്? കാണാനും കഴിവില്ല, കേൾക്കാനും കഴിവില്ല. എന്നിട്ട് എന്ത് ചെയ്തു? ഈ വൈകല്യത്തോട്, എന്താ വൈകല്യം എന്ന് പറഞ്ഞാല്? പദപരിചയത്തിലുണ്ട് മോളെ. വൈകല്യം, കുറവ്. ആ, കുറവ്. ഈ കുറവിനോട് അവർ പൊരുതി. പൊരുതുക, യുദ്ധം ചെയ്യുക. ഓക്കെ. എഴുത്തുകാരി, സാമൂഹ്യ പ്രവർത്തക എന്നീ നിലകളിൽ കീർത്തി നേടാൻ അവർക്ക് കഴിഞ്ഞു. എന്താണ്? എന്താ പറയുന്നേ? എഴുത്തുകാരിയായും സാമൂഹ്യ പ്രവർത്തകയായും അവർക്ക് പ്രസിദ്ധി നേടാൻ കഴിഞ്ഞു. ആ, കീർത്തി എന്ന വാക്കിന്റെ മീനിങ് എന്താ? പ്രസിദ്ധി. കീർത്തി, പ്രസിദ്ധി. ഓക്കെ. ഈ കൊച്ചു കണ്ണികയിൽ എന്താ പറയുന്നേ? വിശ്വപ്രസിദ്ധയായ ഹെലൻ കെല്ലർ. പറയൂ. വിശ്വപ്രസിദ്ധയായ ഹെലൻ കെല്ലർ. ആ, അവർക്ക്, അവളൊരു അന്ധയും ബധിരയുമായിരുന്നു. അവർക്ക് കാണാനും കേൾക്കാനുമുള്ള കഴിവുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ഈ വൈകല്യങ്ങളെ അവരെന്ത് ചെയ്തു? വെല്ലുവിളിച്ച് പോരാടി. പിന്നെയോ? എഴുത്തുകാരിയും സാമൂഹ്യ മേഖലകളിലാണ് അവർക്ക് പ്രസിദ്ധി നേടാൻ കഴിഞ്ഞത്? എഴുത്തുകാരി, സാമൂഹ്യ പ്രവർത്തക. എഴുത്തുകാരി, സാമൂഹ്യ പ്രവർത്തക. സാമൂഹിക പ്രവർത്തക എന്താണ്? സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവൾ. സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവളാണ് സാമൂഹ്യ പ്രവർത്തക. ഈ രണ്ടാമത്തെ ചെറിയ ഖണ്ഡിക മനസ്സിലായോ? ഇനി അടുത്ത ഖണ്ഡിക വായിക്കൂ. 1880 ജൂലൈ 21 അമേരിക്കയിലെ ടുസക്കുംബിയ എന്ന സ്ഥലത്താണ് ഹെലൻ ജനിച്ചത്. ജനിച്ചപ്പോൾ കാഴ്ചയ്ക്കോ കേൾവിക്കോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. 1.5 വയസ്സുള്ളപ്പോൾ പിടിപെട്ട രോഗമാണ് അവരെ അന്ധയും മൂകയുമാക്കി മാറ്റിയത്. എങ്കിലും അവർ നിരാശയായില്ല. ആനി സളിവൻ എന്നൊരു അധ്യാപിക ഹെലനെ വിരൽത്തുമ്പ് കൊണ്ട് എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു. ഉത്സാഹിയായ ഹെലൻ 24-ാം വയസ്സിൽ ബിരുദം സമ്പാദിച്ചു. ജീവിതം മുഴുവൻ അംഗവൈകല്യമുള്ളവർക്കായുള്ള സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് അവർ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. വികലാംഗർക്കു വെളിച്ചം നൽകാൻ ജീവിതം ഉഴിഞ്ഞുവെച്ച ഹെലൻ കെല്ലർ ആത്മകഥയുൾപ്പെടെ നിരവധി ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഖണ്ഡിക നോക്കാം. എന്താ പറയുന്ന ആ ഖണ്ഡികയില്? 1880 ജൂലൈ 27 അമേരിക്കയിലെ ടുസക്കുംബിയ, അത് അണ്ടർലൈൻ ചെയ്യണേ, ടുസക്കുംബിയ എന്ന സ്ഥലത്താണ് ആര് ജനിച്ചത്? ഹെലൻ കെല്ലർ. ജനിച്ചപ്പോൾ കാഴ്ചയ്ക്കോ
കേൾവിക്കോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ജനിച്ചപ്പം എന്തായിരുന്നു? കാഴ്ചയ്ക്കും കേൾവിക്കും തകരാറൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 1.5 വയസ്സുള്ളപ്പോൾ പിടിപെട്ട രോഗമാണ് അവരെ അന്ധയും മൂകയുമാക്കി മാറ്റിയത്. എത്ര വയസ്സുള്ളപ്പോഴാ? 1.5 വയസ്സ്. 1.5 വയസ്സുള്ളപ്പോഴാണ് അവർക്കൊരു രോഗം പിടിപെട്ടത്. അതോടുകൂടിയാണ് അവരെന്തായി മാറിയത്? അന്ധയും മൂകയുമായി മാറിയത്. അന്ധയും മൂകയുമായി മാറിയത് അല്ലേ? എങ്കിലും അവർ നിരാശയായില്ല. അവർക്ക് നിരാശ ബാധിച്ച അതോടുകൂടി? ഇല്ല. ആനി സള്ളിവൻ എന്നൊരു അധ്യാപിക ഹെലനെ വിരൽ തുമ്പുകൊണ്ട് എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു. ആനി സള്ളിവൻ അണ്ടർലൈൻ ചെയ്യുക. ആരാണ് സഹായിച്ചത്? ആനി സള്ളിവൻ. ആനി സള്ളിവൻ എന്നൊരു അധ്യാപികയാണ് വിരൽ തുമ്പുകൊണ്ട് എഴുതാനും വായിക്കാനും ഒക്കെ ഹെലൻ കെല്ലർ എന്ത് ചെയ്തത്? പഠിപ്പിച്ചത്. ഉത്സാഹിയായ ഹെലൻ 24-ാം വയസ്സിൽ ബിരുദം സമ്പാദിച്ചു. നല്ല താല്പര്യമുള്ള വ്യക്തിയായിരുന്നു ആര്? ഹെലൻ കെല്ലർ. അങ്ങനെ 24-ാമത്തെ വയസ്സിൽ അവരെന്ത് നേടി? ബിരുദം നേടി. ജീവിതം മുഴുവൻ അംഗവൈകല്യമുള്ളവർക്കായുള്ള സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് അവർ ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ചു. എന്താ ചെയ്തത് പിന്നീട്? അംഗവൈകല്യമുള്ളവർക്ക് വേണ്ടി, അങ്ങനെയുള്ളവർക്ക് വേണ്ടി എന്താണ് സേവന പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കാൻ, ഈ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ഹെലൻ കെല്ലർ എന്ത് ചെയ്തു? ലോകം മുഴുവൻ സഞ്ചരിച്ചു. ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ചു. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്? വിശ്വപ്രസിദ്ധയായ ഹെലൻ കെല്ലർ ഖണ്ഡികയിൽ എന്തൊക്കെ പറയാം? 1850 ജൂലൈ 27 അമേരിക്കയിലെ ടുസക്കുംബിയ എന്ന സ്ഥലത്താണ് ഹെലൻ കെല്ലർ ജനിച്ചത്. ആനി സള്ളിവൻ എന്നൊരു അധ്യാപികയാണ് അവരെ എഴുതാനും വായിക്കാനും ഒക്കെ പഠിപ്പിച്ചത്. പിന്നീട് ഉത്സാഹിയായ ഹെലൻ 24-ാം വയസ്സിൽ ബിരുദം സമ്പാദിച്ചു. അംഗവൈകല്യമുള്ളവർക്കായുള്ള സേവന നേതൃത്വം നൽകിക്കൊണ്ട് അവർ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. പിന്നെയോ വികലാംഗർക്ക് വെളിച്ചം നൽകാൻ ജീവിതം ഒഴിഞ്ഞുവെച്ച ഹെലൻ കെല്ലർ ആത്മകഥ ഉൾപ്പെടെ നിരവധി ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. എന്താ പറയുന്നത്? വികലാംഗർക്ക് വെളിച്ചം നൽകാൻ ജീവിതം ഒഴിഞ്ഞു വെക്കുക, നീക്കി വെക്കുക അല്ലെ? ഹെലൻ കെല്ലർ ആത്മകഥ ഉൾപ്പെടെ, എന്താ ആത്മകഥ എന്ന് പറഞ്ഞാല്? ജീവിത ചരിത്രം അല്ലല്ലോ. തന്റെ കഥ താൻ തന്നെ എഴുതാൻ നമുക്ക് സ്വന്തം ജീവിതകഥ. ആത്മകഥ ഉൾപ്പെടെ നിരവധി ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. നമ്മള് പേജ് കണ്ടില്ലേ? തൊട്ടിപ്പുറം തന്നെ പേജ് കണ്ടില്ല? കണ്ടോ? ഇന്നെടുത്ത് മനസ്സിലായോ? അത്രയും നന്നായിട്ട് വായിച്ചു നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക കേട്ടോ. ഇനി ഇത്രയാണ് ടീച്ചർ ക്ലാസ്സിൽ എടുത്തത്. മിസ്സിന്റെ പേരെന്താ? പേര് ബിന്ദു, വീട് ചെറുപുഴ. മിസ് ഇപ്പൊ സുമാ മിസ് ഇല്ലേ? സുമാ മിസ് ഉണ്ട് ഇവിടെ. ഇനി മിസ്സിനെ മിസ്സായിരിക്കും ക്ലാസ്സിൽ എടുത്തു കൊടുത്തത് കേട്ടോ. അന്നേരം മിസ് ഇനി മലയാളം എടുക്കോ? ഞാനാണ് ഇനി മലയാളം എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ഓക്കെ. നിങ്ങൾ സ്കൂളിൽ വരുന്നില്ല? ഈ വരുന്ന ഡിസംബറിന് വരും. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, താങ്ക്സ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം. ഞാൻ പിന്നെ വാക്കുകളുടെ അർത്ഥമൊക്കെ എഴുതി
പിന്നെ സെൻഡ് ചെയ്ത് തരാം. ആ പിന്നെ നോട്ട് കംപ്ലീറ്റ് ചെയ്യുക. നന്നായിട്ട് പഠിക്കുക.